ഈ ചെറിയുള്ളി അരിഞ്ഞത് പിടിച്ച് നിൽക്കുമ്പോഴേ എല്ലാവർക്കും കാര്യം മനസ്സിലായോ? മനസ്സിലായില്ലെങ്കിലേ ഇന്ന് ഞായറാഴ്ചയും കൂടിയാണേ. അപ്പം നമുക്കിന്ന് ബീഫ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അമ്മ പോകുന്നതിൻ്റെ മുന്നേ തന്നെ ബീഫൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേഗം തന്നെ ചട്ടി എടുത്ത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടിനും എടുക്കാമെന്ന് വിചാരിച്ചു. വെളിച്ചെണ്ണ അങ്ങോട്ട് വരുന്നില്ല. ഞെക്കി പിഴിഞ്ഞ് അങ്ങോട്ട് എടുത്ത് വെളിച്ചെണ്ണ കുപ്പിയിലുണ്ട്, പക്ഷേ അത് വരുത്താൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. അങ്ങനെ വെളിച്ചെണ്ണ വെച്ച് ഷാൻജു ചേട്ടനെ മനസ്സിൽ വിചാരിച്ചിട്ട് കടുക് അങ്ങോട്ട് ഇടുകയാണേ. ഷാൻജു ചേട്ടൻ്റെ വീഡിയോ കണ്ടിട്ടാണ് മിക്കവാറും ഞാൻ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കാറ്. കടുക് പൊട്ടിക്കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ടിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചൂട് കൂടുതലായതുകൊണ്ട് ചെറുതായിട്ട് നന്നായി പൊട്ടി തെറിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ മൂത്ത് കഴിഞ്ഞപ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയുള്ളി ഇട്ടു. രാവിലെ തന്നെ ഇതൊക്കെ നന്നായി കരിഞ്ഞിരിക്കുകയാണ്. എന്നാലും ബീഫ് കഴിക്കാമല്ലോ എന്ന് വെച്ചിട്ട് അതൊക്കെ അങ്ങോട്ട് സഹിച്ചു. അങ്ങനെ വെളുത്തുള്ളിയല്ല, ചെറിയുള്ളി നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ വഴറ്റിയെടുക്കണം എന്നാണ് വീഡിയോയിൽ കണ്ടത്. അപ്പം നമുക്ക് അങ്ങനെ ചെയ്യാം. ഷാൻജു ചേട്ടൻ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാനും കുറച്ച് കറിവേപ്പില അങ്ങോട്ട് ഇട്ടു. പിന്നെ ലാസ്റ്റ് ഘട്ടങ്ങളിലും ഇടാമല്ലോ. ഇപ്പം ഏകദേശം ഗോൾഡൻ ബ്രൗൺ ആയി മാറിയിട്ടുണ്ടല്ലേ. അങ്ങനെ നന്നായിട്ട് ഇളക്കിയെടുക്കുന്നുണ്ട്. അപ്പം ഗോൾഡൻ ബ്രൗൺ ആയി കഴിഞ്ഞ ശേഷം നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് അതിലേക്ക് തട്ടി കൊടുക്കാം. ഇനി പണിയൊന്നുമില്ല. ബീഫ് വേവിച്ചപ്പോൾ എല്ലാ പൊടികളും അതിലേക്ക് ഇട്ടിട്ടുണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മീറ്റ് മസാല എല്ലാം അതിലിട്ടിട്ടുണ്ടായിരുന്നു, ഉപ്പ്. അപ്പം നമുക്ക് ഇനി ഇതങ്ങോട്ട് വേവിച്ചെടുക്കാനുള്ള പണി മാത്രമേ ഉള്ളൂ. വേവിക്കുകയല്ല, വറ്റിച്ചെടുക്കുക. ബീഫ് ഒരു 3-4 വിസിലാണ് അടുപ്പിച്ചെടുത്തിട്ടുള്ളത്. പിന്നെ ഇതൊക്കെ മിക്സാക്കിയ ശേഷം കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവ് നോക്കിയിട്ട് ഇട്ടാൽ മതി, കൂടുതലായി പോണ്ട. പക്ഷേ കുരുമുളക് ഇട്ടാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതിനുശേഷം ബാക്കിയുള്ള കറിവേപ്പിലയും പിന്നെ കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നല്ല ടേസ്റ്റ് ആയിരിക്കും. എനിക്കതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഷാൻജു ചേട്ടൻ അതിലേക്ക് തേങ്ങാക്കൊത്ത് ഇടുന്നില്ല. ഇത് ഈ ഘട്ടത്തിലാണോ ഇടേണ്ടതെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ ഞാനിപ്പോൾ ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് വറ്റിച്ചെടുക്കണം. തീരെ ചാറില്ലാതെ റോസ്റ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. സിമ്മിലിട്ട് അടച്ചു വെച്ച് അങ്ങോട്ട് വേവിച്ചെടുത്താൽ മതി. അങ്ങനെ കുറേ നേരത്തെ പ്രയത്നത്തിന് ശേഷം ഇതാ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോയിൽ കാണുന്നതിനെക്കാളും ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ടേസ്റ്റ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു ചെറിയ കഷ്ണം എടുത്ത് തിന്ന് നോക്കിയായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നേ. അങ്ങനെ ചട്ടിയുടെ ചൂടാറിയെന്ന് വിചാരിച്ച് വീഡിയോ എടുക്കാൻ വന്നതാണ്. പക്ഷേ